vitamin A, B and C, D and calcium, iron and zinc. Health stories അറിയണ്ടേ, health stories കേൾക്കണ്ടേ, വാവാ കേൾക്കാം health stories, Dr. Grandma's health stories. Hello everyone, Dr. Grandma's health storiesലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ 4ാമത്തെ ആൽഫബറ്റാണ് ഇന്ന് പഠിക്കുന്നത്. ഏതാ 4ാമത്തെ ആൽഫബറ്റ്? എ, ബി, സി, ഡി. ഡി എന്നൊരു ആൽഫബറ്റാണ്. വൈറ്റമിൻ ഡി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വൈറ്റമിൻ ഡി നമുക്ക് പ്രധാനമായിട്ടും കിട്ടേണ്ടത് സൺലൈറ്റിൽ നിന്നാണ്. പക്ഷേ ഉച്ചയ്ക്കുള്ള സൺലൈറ്റ് കിട്ടണം, 10 AM to 3 PM. ആ സമയത്ത് പക്ഷേ ഭയങ്കര ചൂട് കൂടുതലായിരിക്കും. നമ്മൾ സ്കൂളിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിനകത്തായിരിക്കും, നമ്മുടെ വീട്ടിനകത്ത് ചിലപ്പം കണ്ണാടിക്കകത്തൂടെ ആയിരിക്കും സൺലൈറ്റ് വരുന്നത്. അപ്പം നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്കിന്ന് സൺലൈറ്റിൻ്റെ സഹായത്തോടു കൂടി കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഫാറ്റിനകത്തു നിന്നാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ സൺലൈറ്റ് ഒന്നും അടിക്കാത്തതുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വൈറ്റമിൻ ഡി നമ്മൾ ആഹാരത്തിൽ കൂടെ കിട്ടും. ഏതൊക്കെ ആഹാരത്തിൽ കൂടെ നമുക്ക് കിട്ടും? നമുക്ക് മുട്ട, വെണ്ണ, ചീസ്, ഫിഷ്, അങ്ങനെയൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡിനകത്തു നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. വൈറ്റമിൻ ഡി ഒത്തിരി നമ്മൾ മിൽക്കിനകത്തും അടങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ അതിൻ്റെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാൽസ്യം അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാൽസ്യം അബ്സോർബ് ചെയ്യുമ്പോൾ കാൽസ്യവും വൈറ്റമിൻ ഡിയും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ എല്ലിനും നമ്മുടെ പല്ലിനും ഒക്കെ നമ്മുടെ പ്രതിരോധ ശേഷിക്കും ഒക്കെ ഗുണകരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കുഞ്ഞു വാവയ്ക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ സാധാരണ പറയും എല്ലാ വൈറ്റമിൻസും ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് കിട്ടുമെന്ന്. പക്ഷേ ബ്രസ്റ്റ് മിൽക്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് ഇപ്പം വളരെ കുറവാണ്. അതെന്താണെന്നറിയാമോ? അമ്മമാരാരും വെയിൽ കൊള്ളുന്നില്ല. ഉച്ചയ്ക്കുള്ള വെയിൽ എങ്ങനെ കൊള്ളാൻ പറ്റും? അവർ ഓഫീസിലോ ഫ്ലാറ്റിനകത്തോ ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് അവർക്ക് വെയിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എങ്ങനെയാണ്, ഏത് ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞുവാവ ജനിച്ചാലും കുഞ്ഞുവാവയ്ക്ക് 1 വയസ്സ് വരെ ഡെയിലി എന്നും വൈറ്റമിൻ ഡിയുടെ തുള്ളി മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും. എല്ലാവരും ഇപ്പോൾ കഥ കേൾക്കാൻ റെഡി ആയില്ലേ? നമുക്കിന്ന് അലൻ എന്ന് പറഞ്ഞൊരു വാവയുടെ കഥ കേൾക്കാം. അലൻ എന്ന് പറഞ്ഞ വാവ ഉണ്ടായപ്പം മാസം തികയാതെ പ്രസവിച്ച് ഭയങ്കര വെയിറ്റൊക്കെ കുറഞ്ഞ ഒരു ബേബിയായിരുന്നു. എന്നിട്ട് അലന് നല്ല ഫീഡൊക്കെ കൊടുത്തപ്പോൾ അലൻ പെട്ടെന്ന് വെയിറ്റൊക്കെ വെക്കാൻ തുടങ്ങി. പക്ഷേ അവൻ്റെ അമ്മ എന്ത് ചെയ്തതെന്നറിയാമോ? ഈ വൈറ്റമിൻ ഡിയുടെ തുള്ളിമരുന്നൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങ് മറന്നു കൊടുക്കാൻ. അമ്മയ്ക്ക് ഭയങ്കര തിരക്കുള്ള ജോലിയൊക്കെ ആയതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ തുള്ളിമരുന്ന് കൊടുത്തില്ല. അങ്ങനെ കുറച്ച് വളർന്നപ്പോൾ നമുക്ക് മനസ്സിലായി അലൻ്റെ കാലൊക്കെ കണ്ടോ ഇതുപോലെ വളഞ്ഞ് വന്നു. നമ്മൾ പറയും, ചിലർ പറയും എൻ്റെ കുഞ്ഞിൻ്റെ കാല് വളഞ്ഞിരിക്കുന്നു, ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? അവർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അലൻ്റെ കൈയുടെ ഈ റിസ്റ്റ് നോക്കിയപ്പോൾ നല്ല വൈഡായിട്ടിരിക്കുന്നു. അത് നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴോ ആ കുഞ്ഞിന് വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും കുറവ് കൊണ്ട് റിക്കറ്റ്സ് വന്നെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നെ ആ കുഞ്ഞിന് കുറേ നാൾ വൈറ്റമിൻ ഡിയുടെ മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ആ കാലിൻ്റെ വളവും എല്ലിൻ്റെ ബലവും ഒക്കെ ശരിയായി കിട്ടിയത്. ഇനി വൈറ്റമിൻ ഡി നമ്മൾ കഴിച്ച് കുറവാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങൾ, നമ്മുടെ ചില കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ട് വരത്തില്ലേ? ഇൻഹെയിലർ, നെബുലൈസേഷനൊക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, ആസ്മയൊക്കെ, അത് മരുന്ന് കഴിച്ചാലും അത്രയും നല്ല കൺട്രോൾ കിട്ടാതിരിക്കും. അതുപോലെ ഇൻസുലിൻ എടുക്കുന്നവർക്ക് ചിലപ്പം വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ആ ഇൻസുലിൻ്റെ ലെവല് കൂട്ടി അളവിൽ എടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ നോക്കുന്നത്? പിന്നെ ചിലർക്ക് സ്ഥിരം കാൽവേദന വരാറില്ലേ? എപ്പോഴും രാത്രി കിടന്ന് ആരൊക്കെയാണ് കരയുന്നത്? എൻ്റെ കാലൊന്ന് തിരുമ്മിത്താലോ, എനിക്ക് കാല് വയ്യേ എന്ന് പറയുന്നത്. അവർക്കൊക്കെ ചിലപ്പം വൈറ്റമിൻ ഡിയുടെ കുറവ് കാണും. അപ്പം നമ്മൾ ഡോക്ടറിനെ അടുത്ത് പോയിട്ട് നമ്മൾ വൈറ്റമിൻ ഡിയുടെ മരുന്ന് കഴിക്കണം. പിന്നെ ചിലരൊക്കെ ഈ മീൻ ഗുളിക എന്ന് പറഞ്ഞിട്ട് കഴിക്കാറുണ്ടോ? A and D ക്യാപ്സ്യൂൾസ്. പക്ഷേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ഈ വൈറ്റമിൻ A, D, E, K എന്ന് പറയുന്ന എല്ലാം നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ഓവർഡോസ് ആവാതെ നോക്കണം. നല്ല വൈറ്റമിൻ ഡി നല്ലതാണെന്ന് പറഞ്ഞിട്ട് മീൻ ഗുളിക നമ്മൾ എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഴിച്ചാൽ നമുക്ക് ഓവർഡോസ് വരും. അതിൻ്റെ പേരാണ് ഹൈപ്പർ വിറ്റമിനോസിസ്.
ഹൈപ്പർ വിറ്റമിനോസിസ് എയും ഹൈപ്പർ വിറ്റമിനോസിസ് ഡിയും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഈ എ ആൻഡ് ഡി ക്യാപ്സ്യൂളൊക്കെ കൂടുതൽ കഴിച്ചാൽ. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, നമ്മൾ സാറ്റർഡേ സൺഡേ എങ്കിലും നമ്മൾ കുറച്ച് നേരം ഉച്ചയ്ക്കൊക്കെ ഇച്ചിരി വെയിൽ കൊണ്ടാൽ നന്നായിരിക്കും. നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, വിദേശികളൊക്കെ സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ വന്നിട്ട് അവിടെ സൺബാത്തിന് കിടക്കുന്നത്. അവരെന്തിനാ അങ്ങനെ വരുന്നത്? അവരുടെ രാജ്യത്ത് ഭയങ്കര തണുപ്പും സൺ കാണാനില്ല, ഇരുട്ട് പിടിച്ച് കിടക്കുന്ന മാസങ്ങളിൽ അവർ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് അവർ സൺലൈറ്റ് അവരുടെ ദേഹത്ത് അടിക്കുമ്പോൾ അവർ വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടാക്കി ഹെൽത്തി ആയിട്ട് തിരിച്ചു പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവസരം കിട്ടുമ്പോൾ ഒക്കെ കുറച്ച് ഉച്ചയ്ക്കൊക്കെ സൺലൈറ്റിൽ സ്കൂളിലായാലും വീട്ടിലായാലും കളിക്കണം. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, വൈറ്റമിൻ ഡി അടങ്ങിയ മുട്ടയുടെ മഞ്ഞ, ചീസ്, ബട്ടർ, അങ്ങനത്തെ ഒക്കെ നമ്മൾ കഴിക്കുകയും വേണം. നല്ല ഫാറ്റുള്ള ഫിഷ്, ഇതിനകത്തൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. താങ്ക് യു.